ഒരു പാവം പോലീസ് കോൺസ്റ്റബിളിന്റെ ജീവിതം വെട്ടിമുറിച്ചിട്ട അവൻ ഓടി രക്ഷപ്പെട്ടിരിക്കുന്നത്. സോറി സർ. ക്ഷമാപണം കൊണ്ടൊന്നും ആവുന്നില്ല ഇക്ബാൽ. അവനെ പിടികൂടിയേ തീരൂ. അവനെ ആരാണ് ഒളിപ്പിച്ചിരിക്കുന്നത്? എവിടെയാണ്? നിങ്ങൾക്കൊരു ഇൻഫർമേഷനും ഇല്ലേ? പിന്നെ അതറിഞ്ഞാൽ സാർ ഒരുപക്ഷെ. നോ, എനിക്കറിയണ്ട. അവൻ എവിടെയുണ്ടെങ്കിലും ശരി, പ്രൊട്ടക്ട് ചെയ്യുന്ന ആരായാലും ശരി, യു മസ്റ്റ് ഡു യുവർ ഡ്യൂട്ടി. സർ. ആ, റൈറ്റ്. Cover all the exits. Sir. Come on. എന്താണ് മിസ്റ്റർ മുഹമ്മദ് ഇക്ബാൽ, മുന്നറിയിപ്പില്ലാതെ ഒരു വിസിറ്റ്? മുന്നറിയിപ്പുണ്ടായ പിന്നെ ഈ വിസിറ്റ് കൊണ്ട് പ്രയോജനം ഇല്ലാതായി പോകും സാർ. അതുകൊണ്ടാ ഐ സെഡ് കവർ ഓൾ ദി എക്സിറ്റ്. മൂവ്. ഡോണ്ട് ഷൗട്ട് മൈ ബോയ്. ദേ കണ്ടോ, ഇവരൊക്കെ പാവങ്ങളാ. ഈ ശൗര്യം കണ്ട് ചിലപ്പോ പേടിച്ചെന്ന് വരും. And what the shit are you doing in my house? Come on. ഹലോ, ഗോപാലകൃഷ്ണൻ കൊടുക്കണോ? നമ്പ്യാരാ? താങ്ക് യു സർ. ഇവൻ ഇവിടെ തന്നെ ഒളിപ്പിച്ചതിന്. മറ്റെവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ ഇത്ര പെട്ടെന്ന് പിടികൂടാൻ ഞങ്ങൾക്ക് കഴിയില്ലായിരുന്നു. താങ്ക് യു വെരി മച്ച്. സോറി, അങ്ങനെ തിരിച്ചു വിളിക്കാൻ എനിക്കാവില്ല. സിൻസ് ഐ റെസ്പെക്ട് യുവർ പൊസിഷൻ. MP, മെമ്പർ ഓഫ് പാർലമെന്റ്, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളുടെ പ്രതിനിധി. ആ പദവിയോടും തിരഞ്ഞെടുത്ത ജനങ്ങളോടൊക്കെ നിങ്ങൾക്ക് പുച്ഛമായിരിക്കും, പക്ഷെ എനിക്ക് ബഹുമാനമാണ്. ഐ റെസ്പെക്ട് നോട്ട് യു ബട്ട് ദ പീപ്പിൾ. അടി കൊണ്ടത് നിന്റെ ചെകിട്ടത്താണെങ്കിലും അടിച്ചത് നിന്നെയല്ല. അടി കൊള്ളേണ്ടടുത്ത് തന്നെ കൊണ്ടു എന്ന് ചെന്ന് പറഞ്ഞേരെ നിന്റെ മന്ത്രിയോട്. ഷുവർ 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 ഷുവർ. You have done a good job, Muhammad Iqbal. Well done. വെൽ ഡൺ. രാജാവിനേക്കാൾ രാജഭക്തിയോടെ ഔദ്യോഗിക കൃത്യം നിർവഹിച്ച കീഴാഫീസർക്ക് മന്ത്രിവര്യന്റെ അനുമോദനം. ഒരു വീരശൃംഖല കൂടെ പണിയിച്ചു കൊടുക്കാമായിരുന്നില്ലേ വിനീതനായ നിന്റെ IPS കിങ്കരന്? ഇരിക്കാം. ഗോപാലകൃഷ്ണ, എന്താ നിന്റെ ഉദ്ദേശം? രാജ്യം നന്നാക്കാവുന്നോ അതോ രാജ്യം പിടിച്ചടക്കാവുന്നോ? സാരമില്ല, ഒരുതരം എക്സൈറ്റ്മെന്റ് അല്ലെങ്കിൽ ഓവർ സെലസ്നെസ്. നീ ചെയ്യുന്നതിനൊക്കെ അതിലപ്പുറം ഗൗരവമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് ക്ഷമിക്കാം. ഒന്ന് ഇരുട്ടി വെളുത്തപ്പോഴേക്കും ഒരുപാട് വലുതായി പോയി എന്നൊരു തോന്നലാ നിനക്ക്, അല്ലേ?
രാഷ്ട്രീയത്തിൽ കുറെ ഉപഗ്രഹങ്ങളെ മാത്രമേ ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളൂ. അവരെ ഉപഗ്രഹങ്ങളായി മാത്രമേ വളരാനും അനുവദിച്ചിട്ടുള്ളൂ. അതിനും അപ്പുറത്തേക്ക് വേണ്ട, പാടില്ല. എനിക്കെതിരെയുള്ള നിന്റെ ഈ പടപ്പുറപ്പാട് ഇന്ന് അവസാനിക്കണം. ഇവിടെ ഈ നിമിഷം. വെറുതെ സൈക്കിളും ചവിട്ടി പത്രവും എറിഞ്ഞ് തെക്ക് വടക്ക് നടന്ന നിന്റെ കയ്യിലോട്ട് ആഭ്യന്തരമന്ത്രിയുടെ പേനയും പ്രതാപവും ഒക്കെ എടുത്തു പിടിപ്പിച്ചെന്നത് ഞാനാണെന്ന് ജനങ്ങൾക്കറിയാം. നിന്റെ ഈ നന്ദികൾ അവർ പുറത്തിൽ നിന്ന് വരും. ദേ വിൽ റിയാക്ട്. വിളിക്ക്. എന്നിട്ട് നിന്റെ IPS കിങ്കറിനോട് പറ അവനെ തുറന്നു വിടാൻ, രാജനെ. എന്നിട്ട് എന്നോട് വന്ന് മാപ്പ് പറയാൻ. അല്ലെങ്കിൽ അവൻ കാരണം നിന്റെ തൊപ്പി തെറിക്കുമെന്ന് പറ. ബി സെൻസിബിൾ. കം ഓൺ. മതി, നിർത്ത്. സ്റ്റോപ്പ് ദിസ് നോൺസെൻസ്. മനോഹരമായി സംസാരിച്ചു എന്നൊരു കോൺഫിഡൻസ് തോന്നുന്നുണ്ടല്ലേ? അത്ര മതി. പഴയ പടക്കുത നമ്പ്യാർ തന്നെ സമ്മതിച്ചു. വള്ളിനിക്കരം സ്ലേറ്റുമായി നടക്കുന്ന കാലത്ത് പഴയ കോട്ട മൈതാനത്തെ മൈക്കിന്റെ ചുവട്ടിൽ ജനക്കൂട്ടത്തിന് നടുവിൽ അർത്ഥമറിയാതെ ഞാൻ ഒരുപാട് തവണ കേട്ട് നിന്നിട്ടുണ്ട് നിങ്ങളുടെ ഈ വെർബൽ ഡയറിയ, വാക്കുകളുടെ ഈ അജീർണം, അതിസാരം. പക്ഷെ ഇന്നത് കേൾക്കുമ്പോൾ ഐ ആം ഇൻ ദ ലീസ്റ്റ് ബിറ്റ് എൻചാന്റഡ്. I find it nauseating and I feel like vomiting. I feel like vomiting on your face. നിങ്ങളുടെ മുഖത്ത് ഛർദ്ദിക്കാനാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ നന്ദികേട് കാണിച്ചു ഇല്ലേ? നിങ്ങളോട് ഞാൻ നന്ദി കാണിച്ചാൽ that will be an offense towards the people. അതിന്റെ പേരിലാവും ജനങ്ങൾ എന്നെ കല്ലെറിയുന്നത്. You are a criminal. A first-rate criminal in the cover of a politician. അതെനിക്ക് അറിയാഞ്ഞിട്ടല്ല. നിങ്ങളെ ഇന്ന് വേണമെങ്കിലും എനിക്ക് അറസ്റ്റ് ചെയ്യിക്കാമായിരുന്നു, ഒരു കുറ്റവാളിയെ സംരക്ഷിച്ചതിന്. പക്ഷെ അതുപോലെ നിങ്ങളുടെ ഈ കൈകൾക്ക് ഞാൻ വിലങ്ങ് പണിയിക്കുന്നെങ്കിൽ അതിന് നിങ്ങളെ തളച്ചിടാൻ പോകുന്ന ബലമുണ്ടായിരിക്കും, തീർച്ച. ആൻഡ് യു മേ പ്ലീസ് ഗെറ്റ് ഔട്ട് നൗ. ഐ സേ ഗെറ്റ് ഔട്ട്. കൊത്തി കൊത്തി ഇപ്പൊ നെറുകന്തലയിലും കയറി കൊത്തിയില്ലേ? പാമ്പാവൻ, നല്ല അസല് വിഷപ്പാമ്പ്. ചിരിച്ചു. അന്ന് ഇതുപോലെ എന്റെ കാര്യമെന്ന് പറഞ്ഞപ്പോഴും അവന്റെ ചരട് മുഴുവൻ കയ്യിലുണ്ടെന്നും പറഞ്ഞിരുന്നങ്ങ് ചിരിച്ചു. ഇപ്പൊ ചരട് മുഴുവൻ അവന്റെ കയ്യില. വെറും ചരടല്ല, നമ്മളെയൊക്കെ ജീവനോടെ കെട്ടിത്തൂക്കാനുള്ള കൊലച്ചരട്. ഒന്ന് നിർത്തണോ? ഏതായാലും ഇനി ഈ കളികൾ നീണ്ടാ ശരിയാവില്ല. നമ്മൾ എന്തെങ്കിലും ചെയ്യണം, ചെയ്തേ പറ്റൂ. 10-30 കൊല്ലത്തെ രാഷ്ട്രീയ കളിയിടയ്ക്ക് ഒരുപാട് വിഷപ്പല്ലുകൾ പറിച്ചിട്ടുണ്ട്. ദാ ഈ കൈ കൊണ്ട്. ചെറുതും വലുതുമായിട്ട് ഒരുപാട് വിഷപ്പാമ്പുകൾ ഈ ശരീരത്ത് കടിച്ചിട്ടുമുണ്ട്. എന്നിട്ടും നമ്പ്യാര് വീണുപോകാതിരുന്നത് തോൽക്കാൻ മനസ്സില്ലാത്തത് കൊണ്ടാ. ഒരെരപ്പാളിക്കിരുന്ന് നിരങ്ങാൻ സിംഹാസനം പണിത് കൊടുത്ത വിഡ്ഢിയാണ് ഞാനെന്ന് അവൻ ധരിച്ചിട്ടുണ്ടായിരിക്കും. പാവം. താൻ നോക്കിക്കോ. സിംഹാസനത്തിൽ നിന്ന് വലിച്ചിറക്കി കാൽ കീഴിലിട്ട് ചവിട്ടി അരയ്ക്കാനും നമ്പ്യാർക്ക് കഴിയും. അവനെതിരെയുള്ള നമ്മുടെ യുദ്ധം തുടങ്ങുന്നത് അവന്റെ കോട്ടയിൽ നിന്ന് തന്നെയായിരിക്കും, ചേരിയിൽ നിന്ന്. ഇതെന്തിനുള്ള പുറപ്പാടാണ് എന്റെ മാതാവേ? അല്ലല്ല, എന്താണിത്? എന്ത് പണിയാണ് നിങ്ങൾ കാണിക്കുന്നത്? കുറച്ചു കാലമായി ഞങ്ങളുടെ ഈ കാവം വിഗ്രഹമൊക്കെ ആരും തിരിഞ്ഞു നോക്കാതെ നടക്കുന്നു. അതൊക്കെ നേരെയാക്കാൻ ഞങ്ങളുടെ തീരുമാനം. എന്ത് വേണം? കാലവും പഴക്കവും പറഞ്ഞ് നമ്മളെ വരട്ടണ്ട. ഈ കാവിന്റെയും പറമ്പിന്റെയും പേരുള്ള തർക്കം കുറച്ചു കാലമായിട്ട് തീർപ്പില്ലാതെ കിടപ്പാ. ഇച്ചേലിക്ക് ഇവിടെ നിങ്ങൾ എന്തെങ്കിലും കാട്ടിക്കൂട്ടാൻ പരിപാടിയെങ്കിൽ നമ്മൾ സമ്മതിക്കൂല. ഓഹോ, എന്തോ ഓഹോ. ഇവിടെ എന്തെങ്കിലും നടന്നാൽ നമ്മളത് തടയും. നിങ്ങൾ പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കി. പ്രശ്നം ഉണ്ടാക്കും. രണ്ടും കൽപ്പിച്ച നമ്മൾ വന്നിരിക്കുന്നു. നമ്മൾ പ്രശ്നം ഉണ്ടാക്കും. ആഹാ, എന്നാ ഒന്ന് കണ്ടിട്ടേ കാര്യം. കേറി കുട്ടിയുടെ നിയമം
നിയമം പോലീസ് ഒന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല. ഞങ്ങൾക്കും പ്രശ്നമല്ല. ആരെന്ത് പറഞ്ഞാലും ശരി ഞങ്ങളുടെ പുനരുദ്ധാനം നടത്തും. കാറ് തെളിച്ചു വന്നപ്പോ ഞങ്ങൾ കണ്ടത് കല്ല. ആരെന്ത് കണ്ടെന്നാണ് നിങ്ങൾ ഈ പറയുന്നത്? ഒന്നും പറഞ്ഞ അന്യജാതിക്കാർക്ക് മനസ്സിലാവില്ല. അവരെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, നിങ്ങൾ എന്തിനാ തടയുന്നത്? ഈ കബറിന്റെ സ്ഥാനത്ത് പണ്ട് പള്ളി പണിയാൻ ശ്രമിച്ചപ്പോ ഓര് നമ്മളെ തടഞ്ഞ. ഇപ്പൊ അമ്പലം പണിയാൻ നമ്മളും സമ്മതിക്കൂല. അതിന് ഇവിടെ ഇപ്പൊ അമ്പലം പള്ളിയൊന്നും ഇല്ലല്ലോ, പിന്നെ എന്തിനാ ഇല്ലാത്ത പ്രശ്നത്തിന് പേരിൽ ഒന്നും ചെയ്യരുത്. ഞാൻ നിങ്ങളോട് അവസാനമായിട്ട് പറയുകയാണ്, എല്ലാവരും പിരിഞ്ഞു പോകാം, ഇല്ലെങ്കിൽ പോലീസിന് ബലം പ്രയോഗിക്കേണ്ടി വരും. പോലീസിനെയും പട്ടാളത്തിനെയും കണ്ട് പേടിച്ചിട്ടൊന്നുമല്ല, പണി നടത്താൻ തന്നെ ഞങ്ങളുടെ തീരുമാനം. പിരിഞ്ഞു പോയാലും ഞങ്ങൾ തിരിച്ചു വരും. പറയാനും ഇനിയിപ്പോ തടയാനല്ല, പണ്ട് ഇവര് പൊളിച്ച പള്ളി വീണ്ടും പണിയാനാ ഞങ്ങളുടെ തീരുമാനം. തീരുമാനമൊക്കെ സമാധാനമായിട്ട് നമുക്ക് പിന്നീട് ഉണ്ടാക്കാം. പിരിഞ്ഞു പോകണം, പിരിഞ്ഞു പോവാൻ. തൽക്കാലം നമ്മൾ ഒരല്പം സംയമനം പാലിച്ചേ തീരും. സിൻസ് ദിസ് ഇസ് ടു വോളറ്റൈൽ അൻ ഇഷ്യൂ. ഇതിവിടം കൊണ്ട് അവസാനിക്കുമെന്ന് തോന്നുന്നില്ല. എനിവേ, ശക്തമായ പോലീസ് ബന്ദോബസ്ത് ഉണ്ടാകണം.